ഹായ് ഗേസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഫംഗ്ഷൻ ലുക്ക് ആയാലോ. അതിന് മുന്നേ ആയിട്ട് ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ ഞാൻ എടുക്കുന്നത് സിംപ്ലിൻ്റെ ഫേഷ്യൽ ഫേസ് വാഷാണ്. ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ജനറൽ ഫേസ് വാഷാണ്. ഏത് സ്കിൻ ടൈപ്പുകാർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും മൈൽഡാണ്, നോ ഫ്രാഗ്രൻസ് ആണ്, ട്രാൻസ്പാരൻ്റ് ആണ്. അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് വാഷാണ് കേട്ടോ ഞാൻ ഈ കാണിച്ചു തരുന്നത്. എനിക്ക് തോന്നുന്നു ഒത്തിരി ട്രെൻഡിങ്ങിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് വാഷ് കൂടിയാണ് ഈ ഒരു സിംപ്ലിൻ്റെ. അപ്പോൾ അത് വെച്ചിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ സീക്ക സെറാമൈഡ് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. അത് മാത്രമല്ല ഇത് ഡെപ്റ്റ് ഓയിലാക്കത്തില്ല കേട്ടോ. അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ആവും കേട്ടോ. കുറച്ചെടുക്കുന്നുണ്ട്, കുറച്ചെടുത്തിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ചെറിയ ഒരു ശബ്ദങ്ങളും കാര്യങ്ങളും അയ്യോ ഷേക്ക് ആവുന്നതൊക്കെ കാണാം. അതെ, ഇതിൻ്റെ താഴത്തായിട്ട് ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അവളാണ് ഈ ഒരു വിഷയം ഉണ്ടാക്കുന്നത്. ഉണ്ടാവും അവളെ മാറ്റാന്ന് വെച്ചാലും പുറത്താക്കാന്ന് വെച്ചാൽ നിലവിൽ ശബ്ദം ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് പറ്റില്ല. അടുത്ത് ഞാൻ ലിപ്പ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ എടുക്കുന്നത് പോലെ തന്നെ വിഷ്കെയറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് തിങ്കനാണ്. തിങ്കനാണെങ്കിലും ഇതിൽ ഒട്ടും തിങ്കില്ല. അതാണ് ഇപ്പം എത്തുന്ന അറിയത്തില്ല, അങ്ങനെ ഒരു സംഭവമാണ്. എനിക്ക് ഓക്കെ അത്ര തന്നെ ഉള്ളൂ. ലോങ് ലാസ്റ്റിംഗ് മോയ്സ്ചറൈസ് ആയിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു ലിപ് ബാം മാത്രമല്ല ഞാൻ യൂസ് ചെയ്യുന്നത്, ഗുഡ് വൈബ്സിൻ്റെ ഒരു ലിപ് ബാം കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ബീറ്റ്റൂട്ട് ലിപ് ബാം. അത് അടിപൊളിയായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. പക്ഷെ അതൊരു റെഡ് ഷെയ്ഡൊന്നും അല്ല, ഒരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പക്ഷെ കുറേ നേരം അങ്ങനെ നിൽക്കുന്ന നല്ലൊരു നാച്ചുറൽ ലുക്ക് തരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഗുഡ് വൈബ്സിൻ്റെ ബീറ്റ്റൂട്ട്. ഇതാരും വാങ്ങിച്ചങ്ങനെ ആ ഒരു പിന്നെ എന്താ പറയുക, ഇതിൽ SPF ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിഗ്മെന്റേഷൻ കുറച്ച് കുറയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലാണ്ട് എത്രയ്ക്ക് അങ്ങോട്ട് ലോങ് ലാസ്റ്റിങ് ഒന്നുമല്ല ഈ ഒരു സാധനം. പിന്നെ വേറൊരെണ്ണം കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് വന്നിട്ട് പാലാഴിയുടെയാണ് കേട്ടോ. അപ്പം ആ ഒരു അത് അടിപൊളി ലിബാണ്. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷെ നന്നായിട്ട് മോയ്സ്ചറൈസർക്ക് നല്ലൊരു റെഡ് ഷെയ്ഡ് തരാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ കിൻഡൽ ലിപ് ബാമൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ലിപ്പിലെ പിഗ്മെന്റേഷൻ ഒന്നും കൂട്ടത്തില്ല. കുറച്ച് നല്ല അടിപൊളിയായിട്ട് മോയ്സ്ചറൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള 3 ലിപ് ബാമാണ് കേട്ടോ ഇത്. അപ്പോൾ ഫേസ് ഫുള്ള് നമുക്കൊന്ന് പ്രൈമർ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഡാസിലറിൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇത് ലോങ് സ്റ്റേയുടെ മാറ്റിഫൈ ആണ്. ഇതെനിക്ക് ഇത് ഫൗണ്ടേഷനും പൗഡറും കൂടി എടുത്ത സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ, ഒരു കോംബോ പോലെ. അതിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ യൂസ് ആക്കാൻ പോണത്. ഞാൻ ഇതിന് മുന്നേ യൂസ് ആക്കിക്കൊണ്ടിരുന്നത് നൈക്കയുടെ ഒരു പ്രൈമർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഡാസിലറിൻ്റെ ഒരെണ്ണം പണ്ട് എപ്പോഴാണ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഫേസിൽ ഫുള്ളായിട്ട് എവിടെയാണോ നമുക്ക് സ്വെറ്റ് ആവുന്നത് അവിടെയൊക്കെ എന്താക്കാം ഭയങ്കര കുറച്ച് എവിടെയാണ് പോർട്സ് അങ്ങനെ എവിടെയാണോ നിങ്ങൾക്ക് പെട്ടെന്ന് വിയർക്കുന്ന പ്രശ്നമുള്ളത്, ഓപ്പൺ പോർട്സ് ഉള്ളത്, അവിടെയൊക്കെ നിങ്ങളൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് ഈ ഒരു സാധനം അടിപൊളിയായിട്ട് മേക്കപ്പ് ഒക്കെ ഇങ്ങനെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒന്ന് ഗ്ലോ ആയിട്ട് ഒന്ന് തിളങ്ങി നിൽക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ, ഒരു ഗ്ലോയി മേക്കപ്പ് ലുക്ക് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു NYBയുടെ പ്രോ സ്ട്രോക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. 3-in-1 ആണ്, ഹൈലൈറ്റർ ആണ്, മോയ്സ്ചറൈസർ ആണ്, പ്രൈമർ ആണ്, എല്ലാം ആണ്. അപ്പം അതും കുറച്ചൊന്ന് ആക്കി കൊടുക്കാം. ഒന്ന് തിളങ്ങി നിൽക്കട്ടെ. എന്തേ ഫുള്ളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഫുള്ളായിട്ട് ഒന്ന് തിളങ്ങട്ടെ. ഇത് മാത്രം മതി നമുക്കൊന്ന് തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് ഏത് ഷെയ്ഡ്, റോസ് ഗോൾഡ് ആണോ
ഇത് പിങ്ക് ആണ് കേട്ടോ, പിങ്ക് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഏതൊരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ഫേസിൽ ഇട്ടാലും സ്കിന്നിൽ ഇട്ടാലും അത് ഒന്ന് നമ്മുടെ സ്കിന്നുമായിട്ട് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് ഒന്ന് വെറുതെ വിടാം. എന്നിട്ട് വേണം നമ്മൾ അടുത്ത പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് നമുക്കൊരു ജസ്റ്റ് ഇവിടെ എനിക്കൊന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. കാരണം കണ്ണിന് ചുറ്റും എനിക്കൊരു കളർ ഡിഫറൻസ് ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഒന്ന് വലുതായിട്ട് എനിക്കില്ല എന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും NYBയുടെ തന്നെ കളർ കറക്റ്റർ ആണ് കേട്ടോ, പ്രോ പ്രൈമർ. ഇതെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന സാധനമാണ്. ചെറിയൊരു മൈൽഡായിട്ട് മതി കേട്ടോ. എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെ, പക്ഷെ എനിക്ക് വലുതായിട്ട് ഇപ്പം ഇല്ല. എന്നാലും ഞാൻ ഈ ഒരു കണ്ണിൻ്റെ ആ ഒരു ചുറ്റും അങ്ങനെയുണ്ട് ഇവിടെ. കൈ കൊണ്ട് തന്നെ നമുക്ക് അതിനെ സെറ്റ് ആക്കി കൊടുക്കാം. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഇതിൽ ഈ ഒരു സാധനം യൂസ് ചെയ്യുന്ന വലിയൊരു കവറേജ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി പ്രോഡക്റ്റ് എടുത്തിട്ട് കവർ ചെയ്യണം. ഇതൊരു ഓയിലി ആണ് കേട്ടോ. ചിലപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊന്ന് കുറച്ചുകൂടി ഒന്ന് ഓയിൽ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം അത് നോക്കിയിട്ടൊക്കെ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു അപ്പർ ലിപ്പിൻ്റെ അവിടെ ഇത്ര തന്നെയുള്ളൂ. പിന്നെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്. ആ ഒരു ഭാഗത്തും കൂടെ ഒന്ന് കളർ കറക്റ്റേഷൻ ചെയ്യാം. അതാകുമ്പോഴത്തേക്കും നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് എല്ലാം ഒരുപോലെ ഇരിക്കും. എല്ലാ നമുക്ക് ഒരുപോലെ ഇരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റനും ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതാകുമ്പോൾ ഇതൊന്ന് സെറ്റായിട്ടിരിക്കും. ഇതുണ്ടോ, ഒരു ഭാഗത്ത് എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ട് പോയതിൻ്റെ പാടാണ് നിങ്ങൾ കാണുന്നത്. കുഴിയും കൂടി നമുക്ക് ഒന്ന് അടിച്ചേക്കാം. അടിയൂ, എന്താ അടയാത്ത കുഴിയാണ്. ഓക്കെ, നമ്മളിവിടെ ഒന്ന് കളർ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താണ് അവർക്ക് ഏതെങ്കിലും ഞാൻ വിട്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ എവിടെയാണ് നമ്മളത് ഫോക്കസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു റോൺസലയുടെ കൺസീലറാണ്. ഇതെനിക്ക് കുറച്ചൊന്ന് ലൈറ്റനാണ്. കുഴപ്പമില്ല, നമ്മുടെ ഫൗണ്ടേഷൻ വരുമ്പോഴത്തേക്ക് ഇതങ്ങ് കറക്റ്റ് ആയിക്കോളും. അപ്പം ഈ ഒരു സാധനം എന്നിട്ട് ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്ന വളരെ കുറച്ച് അത് മതി. എല്ലാം നമ്മൾ ഈ എടുക്കുന്നതെല്ലാം നമ്മൾ വളരെ കുറച്ച് പ്രോഡക്റ്റ് എടുത്താൽ മതി. ഇത് എനിക്ക് കുറച്ചൊന്ന് ലൈറ്റ് അല്ല. ഒത്തിരി എടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ പറയുക, ഭയങ്കരമായിട്ട് ലൈറ്റ് ആയിട്ട് ഈ ഫേസിന്റെ ഉള്ളിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. കാരണം എൻ്റെ ഫേസിന്റെ ഒരു നെക്കും തമ്മിലേ കളർ ഷെയ്ഡ് ഡിഫറൻസ് ഉണ്ട്. അപ്പം ഇത് അങ്ങനെ നമുക്ക് കുറച്ച് ഇതാക്കി കൊടുക്കാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണോ അതോ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തൽക്കാലം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഇതാക്കി കൊടുക്കാം. ഇപ്പോഴാണ് ഒന്ന് വെള്ള പാണ്ടായത്. ആവാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഫാൻ ഇട്ടിട്ട് ആയിരിക്കും പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. കുറേശ്ശെ വളരെ പയ്യല്ലേ നമുക്ക് പെട്ടെന്ന് മേക്കപ്പ് ചെയ്തിട്ട് പോകാനൊന്നുമില്ലല്ലോ. ഇത് ഇങ്ങനെ ഇതുപോലെ ബ്രഷാണ്. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഏകദേശം ഒരു 250 or 300 റേഞ്ചിലൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൂ. ഇത് അടിപൊളി ബ്രഷാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാൻ അടിപൊളിയായിട്ട്
ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അത് മാത്രമല്ല ഫേസിന് ഒരു അടിപൊളിയായിട്ടുള്ള കവറേജ് ഈ ഒരു സംഭവം തരാം. ഇപ്പം ഇത് രണ്ട് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം മാത്രം ഇട്ടാൽ കുറച്ച് എളുപ്പത്തിൽ. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നായിട്ട് നല്ലൊരു സെറ്റ് കളറാവും കേട്ടോ. അതിലൊരു കുട്ടി ഫീലൊന്നുമില്ല. അടിപൊളിയായിട്ട് സെറ്റ്. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ മതി, ഞാൻ എല്ലാം കൊടുത്തേക്കാട്ടോ. ഇതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സംഭവമാണ്. ഇനി നമുക്ക് ഇതിപ്പോ സെറ്റ് ആവും കേട്ടോ. ആ ഒരു ഫാനിന്റെ ഒരു കളർ കൊണ്ടാണ് ഈ എന്റെ കളർ കൊണ്ട് ഫാനിന്റെ കാറ്റ് എന്ത് പെട്ടെന്ന് ഉണങ്ങുന്നതാണ് കേട്ടോ. ഫേസിന് സെറ്റ് ആവുന്നതാണ് എന്റെ ഇതിലോട്ട് ഞാൻ എന്താ വെച്ചിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിന്റെ കൂട്ടത്തിൽ ഒരു എന്താ പറയാ ഒരു ഫൗണ്ടേഷന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഫൗണ്ടേഷൻ ഒരു ലുക്ക് ആവശ്യം ഇല്ല, അതാണ് സത്യം. അപ്പം ഇനി ഒരു ക്രീസി ക്രീസ് ഓയിൽ അങ്ങനത്തെ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു പൗഡറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഞാൻ സ്ഥിരം എടുക്കുന്നത് സൺസെറ്റ് നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീഡിയം സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ളതാണ്. അതെടുക്കുക, കുറച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ നിങ്ങൾ സ്വെറ്റ് ആവുന്നത്, വിയർക്കുന്നത്, അപ്പം അവിടെയൊക്കെ ഒന്ന് പൗഡർ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എനിക്ക് ഈ ഒരു ഭാഗത്താണ് കേട്ടോ. ഇപ്പോൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ അതൊന്നും ഇഷ്ടം ഇല്ലാത്തവർക്കാണെങ്കിൽ BB ക്രീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സാധാ പൗഡർ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ പുറത്ത് പോകുന്ന സമയത്തൊന്നും ഞാൻ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ ഒന്നും യൂസ് ആക്കാറില്ല. എനിക്കൊരു ചേരാത്ത ഒരു ഫീലാണ് കേട്ടോ ഉണ്ടാവുക. സോ ഞാൻ ഇപ്പം ഇതും കൂടി ഒന്ന് സെറ്റാക്കി ഒന്ന് മാറ്റാക്കാം. പകരമില്ലാത്ത വേറെ നോർമൽ ടോക്കൺ പൗഡർ അത് യൂസ് ആക്കാം. ഇത്രയും ഒരു ഫൗണ്ടേഷൻ്റെ ഷെയ്ഡ് ഇല്ല കേട്ടോ. ഇപ്പോൾ ഈ ലൈറ്റിൻ്റെ ഒക്കെ വരുമ്പോഴത്തേക്കാണ് ഇത്രയും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട്. നെക്സ്റ്റ് ഞാൻ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു മാർട്സിൻ്റെ ഐബ്രോ പാലറ്റ് പൗഡറാണ്. ഇനി നമുക്ക് പാലറ്റ് പൗഡർ വെച്ചിട്ട് എഴുതാം. ബ്ലാക്ക് ആയിട്ട് ഒരു ആഷ് ആണ് കേട്ടോ ശരിക്കും വരുന്ന. അപ്പം അത് എടുക്കാം. അതെടുത്ത് നമുക്ക് കുറച്ചൊന്ന് എഴുതി കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് സെന്ററിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പൗഡർ യൂസ് ചെയ്യാണ്ടിരിക്കാം. തീരെ ഐബ്രോസ് ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ പൗഡർ യൂസ് ചെയ്യേണ്ട. അതിന് പകരം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പെൻസിൽ വെച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ എനിക്ക് പെർഫെക്ഷൻ കിട്ടുന്നത് എനിക്ക് ആ സാധനത്തിലാണ്. എന്നിട്ട് സ്കൂളിൽ വെച്ചിട്ട് ഞാൻ എഴുതി കൊടുക്കണം കേട്ടോ. കുറച്ച് പൗഡർ എഴുതിയതിന് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണിന് മുകളിലായിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് ആണ് എടുത്തിട്ടുള്ളത്. 02 ആണ് ഷെയ്ഡ് വരുന്നത്. തിക്നെസ്സിനൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പം അതിൽ നമുക്ക് ഈ ഒരു ലൈറ്റ് ബ്രൗണും പിന്നെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എത്തില്ലേ നമുക്ക് മിറർ പറ്റില്ല. നൈസ് കളർ. ഈ ഒരു ഐ ഷാഡോ അടിപൊളിയാണ് കേട്ടോ. റേറ്റും കുറവാണ്, പക്ഷെ അത് അടിപൊളിയായിട്ട് വർക്ക് ആവുകയും ചെയ്യും. നന്നായിട്ട് ബ്ലെൻഡ് ആവും നമ്മുടെ സ്കിന്നിൽ ഇറങ്ങി ചേർന്ന് ഫുള്ളായിട്ട്. വളരെ കുറച്ച് ലൈറ്റായിട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതിയാവും. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കണ്ണ് എഴുതുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോൾ ഈ ഷേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിലും കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഈ സംഭവം ചെയ്യാൻ.
ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മേക്കപ്പിൽ നിന്ന് ഈ ഒരു സാധനം പോകത്തില്ല. അതാണ് സത്യം. ഈ മുകളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ താഴത്തെ മുടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു അടിപൊളി ഫിനിഷ് കിട്ടും. പച്ചമേൽക്ക നോക്കണം. കാണാൻ ഇപ്പൊ തന്നെ അടിപൊളി ആയിട്ടില്ലേ കണ്ണ് കാണാൻ തന്നെ ഇങ്ങനെ നടന്നു ഈ കുഞ്ഞു കണ്ണുകൾ. പിന്നെ അടുത്ത് നമ്മൾ കണ്ണെഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഈ ഒരു ഷുഗറിന്റെ ഐലൈനർ ജെല്ലാണ്. ഇതിന്റെ കൂടെ തന്നെ ഒരു ബ്രഷ് ഉണ്ടാവും. ഇതുപോലത്തെ ഒരു ബ്രഷ് ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ബ്രഷ് വയ്ക്കാം. ഇതെനിക്ക് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് ഞാൻ ഇതങ്ങനെ യൂസ് ആക്കത്തില്ല. എനിക്കൊരു കണ്ണിൽ കയറി കൊള്ളുന്നത് പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. സോ അതിന് പേരെ നമുക്ക് വേറൊരു ബ്രഷ് എടുക്കാം. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. എവിടെ നിന്ന് വാങ്ങിയത്? ഇത് പർപ്പിളിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ കുറച്ച് പ്രോഡക്റ്റ് എടുക്കുക. ഓക്കെ, കേട്ടോ. ഇതിൽ എന്നെ ബ്രഷിലാക്കാം. എന്നിട്ട് ഇനി കണ്ണിന് താഴെ നമുക്ക് ഫസ്റ്റ് എഴുതി കൊടുക്കാം. ഇത് ഈ ഒരു സാധനം വാട്ടർ പ്രൂഫ് ആണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി തേച്ച് ഉരച്ച് കളയേണ്ട ഒരു അവസ്ഥ വരെ പെട്ടെന്നൊന്നും ഇത് പോകത്തില്ല. വേണമെങ്കിൽ നമുക്ക് ഒരാഴ്ച വേണമെങ്കിലും ഈ ഒരു സാധനം കണ്ണിൽ തന്നെ നിൽക്കും. ഇതിന്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു 600-നകത്താണ് കേട്ടോ. ഈ ഒരു ബ്രഷും അടിപൊളിയാണ്. നമുക്ക് കണ്ണെഴുതാൻ വേണ്ടിയിട്ട് ഒരുപാടൊക്കെ കണ്ണെഴുതാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെ എന്തായാലും വാങ്ങിച്ചു വെക്കാം കേട്ടോ. കണ്ണ് നിറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഫാനിന്റെ കാറ്റ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇതേ ഞാൻ എൻ്റെ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബ്ലഷ് ഇട്ട് കൊടുക്കാം. പൗഡർ ബ്ലഷ് ആയിരിക്കും കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു നല്ലത്. പൗഡർ ബ്ലഷ് തന്നെ ഇട്ട് കൊടുക്കാം. ഇതും ഞാൻ എടുത്തിട്ടുള്ളത് മാർട്സിന്റെ തന്നെയാണ് കേട്ടോ. പൗഡർ ബ്ലഷ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലഷും ഹൈലൈറ്ററും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന സാധനമാണ്. അപ്പം അതിൽ ഞാൻ ഈ ഒരു ഷെയ്ഡ് ഇട്ട് കൊടുക്കാം. കുറച്ചിങ്ങനെ എടുക്കുക. ബിഗ്നേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. അത് അടിപൊളിയായിട്ട് വർക്കാവും. അതുപോലെ തന്നെ കുറച്ചൊന്ന് ഇതെടുക്കാം. ഇടാൻ കൂടിയിട്ടില്ല. ഇനി നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് എല്ലായിടും അങ്ങോട്ട് ചുമന്നിരിക്കട്ടെ. ഇനി ഇവിടെയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നാക്കാം.
അടിപൊളിയായിട്ടില്ലേ? ഈ ഒരു ഭാഗം മൂക്ക്, നമ്മുടെ ഈ ഒരു ചിന്നിന്റെ ഭാഗം ഇവിടെയും കൂടി നമ്മൾ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പൊ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ലിപ് ലൈൻ ചെയ്യാം. ലിപ് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത്, ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് മാർട്സിൻ്റെ തന്നെ എഡ്ജ് ഓഫ് ഡിസൈറിൽ വരുന്ന 07 മജന്ത അതെ, മാഗ്നറ്റിക് മജന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതും അടിപൊളി ഷെയ്ഡാണ്. ഓക്കെ, നമുക്ക് ലിപ്പ് എഴുതിക്കൊള്ളാം. സോറി ഗൈസ്, വീഡിയോ ഓണാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നുപോയി. അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ ഹെവൻ്റെ ഹൈപ്പർ സ്റ്റേ വെയിലെസ് ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക് ആണ്. 01 ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത്. 01 ബ്ലഷ് റെഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു കറക്റ്റ് ഇതൊരു റെഡ് ഷെയ്ഡ് അല്ല, ഒരു പിങ്ക് മജന്ത അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അടിപൊളി ഷെയ്ഡാണ്. ഇതിൽ കാണുന്നതിനേക്കാളും അടിപൊളി ഷെയ്ഡാണ്. പക്ഷെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുവാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയ്ഡ് അടിപൊളിയായിട്ട് പോകും കേട്ടോ, നൈറ്റ് ഫങ്ഷനൊക്കെ. അപ്പം ഇതാണ് കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ബ്ലഷും കാര്യമായിട്ടും പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ അതുപോലെ. ഓക്കെ, വളരെ കുറച്ച്. ഇനി നമുക്ക് ഡ്രസ്സ് കൂടി ചെയ്തിട്ട് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഹെയർ ചെയ്തിട്ടാണ് ഞാനൊരു കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.